രീതി എങ്ങനെയാണ്, ഒരു ദിവസത്തെ ഒരു ഫുഡിങ് രീതി? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നന്നായി കഴിക്കുന്ന കൂട്ടത്തിലാണ്, വളരെ ഹെവി ആയിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ലഞ്ചും കുഴപ്പമില്ല, ഡിന്നർ വളരെ പരിമിതമാക്കാനാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ഇപ്പം ചില സമയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വൈകിട്ടായിരിക്കും മദ്യപിക്കാനൊക്കെ സാധ്യത. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതെല്ലാം ബ്രേക്കാവും, ഡിന്നറായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. മനസ്സിലായി? ഈ രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് നന്നായിട്ട് ലഞ്ച് കഴിക്കും, പിന്നെ ഡിന്നർ ഹെവി കഴിക്കും. അങ്ങനെ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, ഓരോ സാഹചര്യം. വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും ഇങ്ങനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അതിന് വശംവദരായി കൊടുക്കേണ്ടി വരും. അവിടെ നമുക്കൊന്ന് ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് ഇരിക്കണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പേരിന് വേണ്ടി ഒരെണ്ണത്തിന് പോയി ഇരിക്കും. പിന്നെ അത് 2ആവും 3ആവും 4ആവും 5ആവും 6ആവും 7ആവും 8ആവും 9ആവും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പം അടുത്ത ദിവസം രാവിലെ ആയിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സാധ്യതയുണ്ട്. വഴിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഏതാണ്? എനിക്ക് നാടൻ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. പുട്ട്, കടല അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം. അതിൽ ഈ സൗഹൃദങ്ങളെ കുറിച്ച്? സൗഹൃദങ്ങളാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എപ്പോഴും സൗഹൃദങ്ങളാണ്. നല്ല സൗഹൃദങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും ഒക്കെ. സൗഹൃദങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്കൊരു നഷ്ടബോധം ഉണ്ടായ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ തിരസ്കരിച്ച് കടന്നുപോയ ചില സൗഹൃദങ്ങളുണ്ടല്ലോ, നമുക്കൊരു വിഷമം തന്നിട്ടായിരിക്കും ഒരു പക്ഷേ അവർ കടന്നു പോയിട്ടുണ്ടാവുക. അതെ, നല്ല സുഹൃത്തുക്കൾ എപ്പോഴും, ഞാനെപ്പോഴും എൻ്റെ ഒരു വിശ്വാസത്തിൽ യഥാർത്ഥ സൗഹൃദത്തിന് ഒരു നിർവചനം കൊടുക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പം നല്ലതായി ഇരിക്കുമ്പോൾ, ഇപ്പം വെൽ സെറ്റിൽഡ് ആയിട്ടിരിക്കുമ്പോൾ, വെൽ ഓഫ് ആയിരിക്കുമ്പോൾ, നമ്മളിപ്പം നമ്മളോടൊപ്പം ചേഴ്സ് പറയാനും അല്ലെങ്കിൽ കൂടെ ഇരിക്കാനും ചിരിക്കാനും ഉള്ള സൗഹൃദങ്ങൾ അതല്ല എനിക്കൊന്ന്. നമ്മളിപ്പം എപ്പോഴും എല്ലാ സാഹചര്യങ്ങളോടും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. പ്രത്യേകിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സമയം, ഇപ്പോൾ ഞാനും തിരിച്ചു എപ്പോഴും എല്ലാവരോടും അങ്ങനെയാണ് പ്രതികരിക്കുക. ഇപ്പം ഒരു നമ്മളോട് അത്ര സൗഹൃദം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, നമ്മളോട് ശത്രുതയുള്ള ആളാണെങ്കിൽ കൂടി അയാൾക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൗഹൃദങ്ങളെ അളക്കേണ്ടത്. അല്ല, ഞാൻ പൊതുവേ സൗഹൃദത്തിന് അങ്ങനെ ഒരു ഇതുള്ളൂ. നമ്മൾ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു കിടക്കുന്ന വണ്ടിയുടെ ബ്രാൻഡ് നോക്കി സൗഹൃദങ്ങളെ ഞാൻ ഒരിക്കലും അളക്കാറില്ല. നമ്മൾ അല്ലെങ്കിൽ സൗഹൃദത്തിന് അതിനപ്പുറം ഒരു വാല്യൂ ഉണ്ട്. ചിലർ സൗഹൃദത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അയാൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്നു, അയാൾ യൂസ് ചെയ്യുന്ന വാച്ച് ഏതാണ്, അല്ലെങ്കിൽ ഇടുന്ന കാലിലെ ചെരുപ്പ് ഏതാണെന്ന് പോലും സൗഹൃദം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു വലിയൊരു ഇതായി മാറുന്നത്. അതൊരു വലിയ, നമ്മൾ അതിനെല്ലാത്തിലും അപ്പുറമായിട്ട് ഒരു സുഹൃത്തിൻ്റെ വേറെ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മാനദണ്ഡങ്ങൾ ഉള്ള സൗഹൃദങ്ങളാണ്, ഗിവ് ആൻഡ് ടേക്ക്, അങ്ങനെയുള്ള ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സൗഹൃദങ്ങളുടെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്ക് നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ മറ്റ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പം നിൽക്കും, പക്ഷേ ഒരു പരിധിയുണ്ട്. മറ്റേ അൺകണ്ടീഷണൽ ലവ് ആണെങ്കിൽ നമുക്കെപ്പോഴും അത് നിലനിൽക്കും. നമ്മൾ യൂത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഇടയ്ക്ക്. നമ്മുടെ ഇന്നത്തെ യുവതലമുറ എവിടെയൊക്കെയോ വഴിതെറ്റി പോകുന്നതായിട്ട് തോന്നുന്നില്ലേ? അടച്ചാക്ഷേപിക്കുകയല്ല, എവിടെയൊക്കെയോ ചില സാഹചര്യങ്ങളിൽ യുവതലമുറ വഴിതെറ്റി പോകുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ഇതിൽ എങ്ങനെ വഴിതെറ്റുന്നു എന്നുള്ളതാണ്. അവർ വഴിതെറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ തന്നെ അല്ലേ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വളരെ ക്ലാസിക്, ഇപ്പോൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്, മദ്യപിക്കുന്നതിനെ കുറിച്ച് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരാളാണ്, വിത്ത് കോഷൻ അറ്റൻഷൻ ഡിസ്ക്ലെയിമറൊക്കെ വെച്ചിട്ടിടുന്ന ആളാണ്. പക്ഷേ എങ്കിൽ കൂടിയും അത് സർക്കാർ വയ്ക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഇതിൻ്റെ വില കൂടുതൽ കൊണ്ടും, അല്ലെങ്കിൽ ഇത് അടിച്ചിട്ട് പോയാൽ പോലീസ് പിടിക്കും, മറ്റത് സേഫാണെന്നുള്ള രീതി കൊണ്ടും, മറ്റൊരു ദ്രാവക രൂപത്തിലുള്ള മരുന്നിലേക്ക് ആൾക്കാർ കടന്നിരിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ഉരിച്ചാൽ കിട്ടും, മറ്റത് കിട്ടത്തില്ല. അല്ലെങ്കിൽ കൊണ്ടുപോയി ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് വലിയ പാടാണ് അതിങ്ങനെ നിർവഹിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ ഈ പറഞ്ഞു കേട്ടതും അറിയാവുന്നതുമായിട്ട് അതിൻ്റെ ലഭ്യത വളരെ കൂടുതലാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ടൺ കണക്കിന് സാധനങ്ങളാണ് പിടിച്ച് ഇടയ്ക്ക് നശിപ്പിച്ച് കളഞ്ഞത്, എല്ലാം കൂടെ കണക്ക് നോക്കുകയാണെങ്കിൽ. അപ്പം അത്രയും സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഒഴിവ് വരുവാണെങ്കിൽ, നമ്മുടെ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ, എനിക്കൊന്ന് ചരിത്രത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ് ആ ഇടയ്ക്ക് നടന്നതും
അത് നശിപ്പിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അത്രയും അത് പിടിക്കപ്പെട്ടത് ഒരെണ്ണമായിരിക്കാം. അതെ, അതിന് പിന്നിൽ നിരവധി ആൾക്കാരുണ്ടാവും. ഇനിയും വരാൻ കണക്കിന് സാധനങ്ങൾ കേരളത്തിലേക്ക് വരാനുണ്ടാവും. ഒരു വലിയ നെറ്റ്വർക്കാണ്. അപ്പം ഈ കള്ളുകുടിയന്മാരുടെ പുറകെ പോകുന്നത് വിട്ടിട്ട് ഇതുപോലുള്ള ഡർട്ടി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പുറകെ പോകണമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ഡർട്ടി ബിസിനസ് എന്ന ലാലേട്ടൻ പറഞ്ഞതല്ലേ. അങ്ങനെയുള്ള ആൾക്കാരുടെ പുറകെ പോകുന്നതാണ് നല്ലത്. പാവപ്പെട്ട രണ്ടെണ്ണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈക്കാട് പണിയെടുത്തിട്ട് കിട്ടുന്ന 1000 രൂപയിൽ 250 രൂപ ഒരു പൈൻറ്റ് വാങ്ങിച്ച് ഇതിനടിച്ചിട്ട് പോകുന്നവൻ്റെ നെഞ്ചിട്ട് കയറാതിരിക്കുക എന്നുള്ളതാണ്. പാവല്ലേ? അതെ, സത്യം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പറഞ്ഞ നാർക്കോട്ടിക് നമ്മുടെ കേരളത്തിലേക്ക് നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് നമ്മുടെ കേരളത്തിലേക്ക് ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പം പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് നിൽക്കുന്നു, ഒരുപാട് ഫാൻസായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇതിന് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുമോ, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായും കഴിയും. ഞാനിപ്പോൾ ഈ മദ്യം മയക്കുമരുന്നിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇപ്പം ഒരാളെ ഇന്ന് ട്രാപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മളുടെ വളരെ തിരുവനന്തപുരത്തിന് അറിയപ്പെടുന്ന ഒരു ടെക്സ്റ്റൈൽ ഉടമയുടെ ഒരു വനിതയെ അവരുടെ കാമുകൻ ട്രാപ്പ് ചെയ്ത് ഓഫീസിൻ്റെ അകത്ത് കുറച്ച് മയക്കുമരുന്നുകൊണ്ട് വെച്ചിട്ടാണ്. എന്നിട്ട് അത് ഇൻഫോം ചെയ്തിട്ട് പോലീസ് വന്നവർ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് തെളിയിക്കപ്പെട്ടു. പക്ഷെ ഇന്ന് ഇപ്പം നമ്മളെ വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലോ ആരൊക്കെ വരുന്നു, എവിടെയെങ്കിലും രഹസ്യമായി ഒരു പൊതിഞ്ഞിട്ട് എന്നിട്ട് വിളിച്ച് ഇൻഫോം ചെയ്താൽ അവനെ പിടിച്ചുകൊണ്ട് പോയി അകത്തും. അത് നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു അവനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അവൻ അത്തരക്കാരനാണോ, അവനിത് ഉപയോഗിച്ച ജീവിതത്തിൽ ഒരിക്കലും പോലും കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്. ഇന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ബ്യൂട്ടി പാർലർ നടന്ന ഒരു ചേച്ചിയുടെ വാർത്തയാണ്. ചേച്ചിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ കിടന്നു. വെളിയിറങ്ങിയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതല്ലെന്ന് പറയാം. അത്തരത്തിലുള്ള ജീവിത നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് ഇതിനെതിരെ മാക്സിമം ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അത് എന്തുകൊണ്ട് മയക്കുമരുന്നിനെതിരെ ക്യാമ്പയിൻ ചെയ്യണമെന്ന് പറയുന്ന മയക്കുമരുന്ന് ഇറ്റ്സ് എ ബാൻഡ് മെഡിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ഒരു കെമിക്കൽ ഫോർമേഷനാണ്. അതുകൊണ്ട് അതിനെതിരെ ക്യാമ്പയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ളതാണ് ഇത് പറയുന്നത്. മദ്യവും മയക്കുമരുന്നും ഒരേ തട്ടിൽ വെച്ച് ഒരിക്കലും അളക്കാൻ പറ്റില്ല. മദ്യം വേറെയാണ്, മയക്കുമരുന്ന് വേറെയാണ്. കാരണം നമ്മൾ വായിച്ചിരിക്കുന്ന ഇപ്പം ചരണം മിത്താണെന്ന് പറയുന്ന പുരാണങ്ങളിൽ പോലും രാജാക്കന്മാർക്ക് ശീലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊരു അങ്ങനെ ഒരു വള്ളി തന്നെ ഉണ്ടല്ലോ, ചേട്ടൻ അറിയാലോ. അത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത് ചാറെടുത്താണ് പണ്ട് സോമരസം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അത് പെർമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് വേറൊരു സാധനം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് സമൂഹത്തിന് ത്രെഡായി നിൽക്കുന്ന കെമിക്കൽ ഫോർമേഷൻ ഓഫ് ഡ്രഗ്സാണ്. ഈ പറയുന്ന ഇപ്പം നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചില ദിവസങ്ങളിൽ കഞ്ചാവ് അരച്ച് കലക്കി ബാങ്കായിട്ട് അത് ഹെൽത്തി സബ്സ്റ്റൻസ് ആയിട്ട് അത് ഗ്ലോറിഫൈ ചെയ്യുന്നവരും ഉണ്ടാവും, മേ ബി ആയിരിക്കാം. പക്ഷേ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് യുവതലമുറ ഇപ്പോൾ കൊല്ലുന്ന ഒരുപാട് സംഭവം. നമ്മൾ അങ്ങനെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം ഓണായി നിൽക്കും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിച്ചാലൊന്നും മറന്നു പോവില്ല, തലേ ദിവസം ഇത് എടുക്കുന്നു, പഠിക്കുന്നു, രാവിലെ പരീക്ഷ എഴുതുന്നു. അങ്ങനത്തെ കുറേ കെമിക്കൽ ഫോർമേഷൻസ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ അതൊക്കെ ഉപയോഗിക്കുന്നവർക്കൊരു സ്റ്റാർ വർഷിപ്പ് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പലപ്പോഴും മയക്കുമരുന്നിനൊരു സ്റ്റാർ വർഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മയക്കുമരുന്നിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ ഈ മദ്യത്തിൻ്റെ ലഭ്യത സർക്കാർ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മയക്കുമരുന്ന് എവിടെ നിന്ന് ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സർക്കാരിന് ഒരു ബോധമില്ല, ഒരു പിടിയില്ല. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നത്. വല്ലവൻ്റെ ഇടയ്ക്കൊക്കെ വല്ല 50 ഗ്രാമോ 100 ഗ്രാമോ. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ ഒരു പോലീസുകാരന് ഒരു എക്സൈസുകാരന് പോലും ഒരുത്തന്നെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ അവനൊരു വീട്ടിൽ കയറി വന്നിട്ട് അവനൊരു പൊതി അവിടെ ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോയാലും മതി. ആ ഒരു രീതിയിലേക്ക് അതൊരു മിസ്യൂസുമായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാളെ നമുക്ക് നശിപ്പിക്കാനും ഇത് ഒരു വലിയൊരു കാര്യം. എത്രയോ ഗ്രാം മതി, എനിക്ക് അങ്ങനെ കണക്കെന്ന് പറഞ്ഞുള്ള ലീഗൽ എത്രയോ മില്ലിഗ്രാം മതി ഒരാളെ പിടിച്ച് ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഓണർക്ക് പറ്റിയതും ഇപ്പം ബ്യൂട്ടി പാർലറിലൊരു മാഡത്തിന് പറ്റിയതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. ഇത് കുറേ അക്രമാസക്തമായ രീതിയിലേക്ക് ആൾക്കാരെ നയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കേൾക്കുന്ന വാർത്തകൾ പലതും അങ്ങനെയാണ്. ഇത് കാശ് കൊടുക്കാത്തതിന് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തുക, അച്ഛനമ്മമാരെ കൊല്ലുക, ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, ചില ഘട്ടങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റി മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം അത് മാനസികാവസ്ഥയിൽ മാറ്റം വന്നു കഴിഞ്ഞു. മാനസികാവസ്ഥയിൽ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ വന്നതാണ്. ലഭ്യത അല്ല അവർക്കിപ്പം അടുത്ത ഡോസ് എടുക്കേണ്ട സമയത്ത് ഇനി എങ്ങനെയും കാശ് ഉണ്ടാക്കിയത് എടുക്കണമെന്നുള്ള.
പക്ഷെ എനിക്ക് തോന്നില്ല മദ്യത്തിന് അത്തരത്തിലുള്ള ഒരു ദൂഷ്യവശമുള്ളതായിട്ട്. കാരണം മദ്യം മേ ബി ഈ പറയുന്ന കണക്ക് ലഭ്യതയ്ക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ പറഞ്ഞ 25 രൂപയായിട്ട് പോയി അല്ലെങ്കിൽ 50 രൂപയായിട്ട് പോയാൽ 30 വാങ്ങിച്ച് അടിക്കാം. ഒരു തറ റമ്മിൻ്റെ ഒന്ന് ചേർന്ന് അതെങ്കിലും കിട്ടും. ഈ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള സാധനമാണ്. ഇപ്പം പല കെമിക്കൽ ഫോർമേഷൻ എന്നുള്ള സാധനങ്ങളും ഇപ്പം ഇപ്പം അറിയാം, കേട്ട അറിവ് സത്യമാണെങ്കിൽ അങ്ങനെ കൊക്കൈൻ അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് അറിവ്. അപ്പോൾ അതൊക്കെ ആയിരങ്ങളും 10,000ങ്ങളും സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാവാം ഇത്തരം ക്രൈമുകളിലേക്ക്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു കേട്ടുള്ളത്, നമ്മൾ മദ്യം കഴിയുമ്പോൾ മദ്യം ഓഫാകാൻ വേണ്ടിയാണ് കഴിയുന്നത്. ഇത് ഓണാണ്. ആ ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ഫുൾ പവർ കിട്ടുന്നത് മറ്റേ ഇതിൽ നമ്മൾ ഓവർ ഡോസേജ് നമ്മളെ തളർത്തിക്കളയുകയും ചെയ്തിട്ട്. അതെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ പമ്പ് ചെയ്ത് ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് ഇങ്ങനെ ഓണാക്കി നിർത്തും. പിന്നെ അതിൻ്റെ മരുന്നൊക്കെ ഇറങ്ങുമ്പോൾ ആ പമ്പ് ചെയ്ത് അതൊരു വാക്വത്തിലേക്ക് തിരിച്ചു പോകണം. അതുകൂടി നമ്മൾ തീർന്നു. അത് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഓണാവണം ഈ സാധനം വേണം എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ. അപ്പോൾ വീണ്ടും ഓണാവണമെങ്കിൽ ഈ സാധനം വേണമെന്ന് നമ്മൾ തോന്നും. ഇത് മയക്കുമരുന്ന് അടിച്ചാലും ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങാറില്ല. മദ്യം അടിച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അവൻ ഫിറ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത് മാത്രമേ, വേറെ വഴിയില്ല. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, രാവിലെ ഒരു ജോഗിങ്, ആഹാരം ക്രമീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശവുമായിട്ട് പോവുകയും പക്ഷേ അവിടെ നിന്ന് കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, രാവിലെ എണീക്കുമ്പോൾ ജോഗ് ചെയ്യും. അത് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ. ഞാൻ സത്യം പറഞ്ഞാൽ ജോഗ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ബോഡി മറ്റേ ഷേപ്പ് വരുത്താൻ. ഞാൻ പ്ലസ് സൈസാണ്, എനിക്ക് അതിനകത്തൊരു യാതൊരു തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ പ്ലസ് സൈസ് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും മേ ബി അതിൻ്റെ ഒരു ബ്രാൻഡിങ് ടൂളായിട്ട് മാറി കഴിഞ്ഞിട്ടായിരിക്കും. ഞാനൊരു പക്ഷേ ഒരു 10-20 കിലോ കുറഞ്ഞ് ഇങ്ങനെ മെലിഞ്ഞ് വന്ന് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അല്ല, അദ്ദേഹത്തിന് പണ്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ട്, ബ്യൂട്ടി ലൈസ് ഇൻ ഫ്ലഷ് നോട്ട് ഇൻ ബോൺസ് എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുകളാണ്. പലപ്പോഴും അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ആൾക്കാർ പറയുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് അതിനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ അഭിനയത്തിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അടുത്ത സുഹൃത്തുക്കൾ എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വിളിക്കാറുണ്ട്, പോയി ചെയ്യാറുണ്ട്. അത്ര അത് സീരിയസ് ആയിട്ട് ഒരു അഭിനയത്തിലേക്ക് നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതിനുള്ള ജോലി ഇപ്പോൾ കമ്പനിയിൽ CEO ആയിട്ടോ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ തിരക്കുണ്ട്, എന്നാലും ചെയ്യുന്നുണ്ട്. അല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അത് ഒരു പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ, ഓണം പ്രമാണിച്ച് കസവടയുടെ അതിൻ്റെ കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ. അതാണ് ഈ ഒരു കോസ്റ്റ്യൂമിലിരിക്കുന്നത്, കസവടയുടെ പരസ്യമുണ്ട്. ഈ ഓണക്കാലത്ത് നമ്മുടെ ഒരു സവിശേഷത എന്തൊക്കെയാണ് ഒരു റിവിയൻ എന്നുള്ള ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ? ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന് പറയാം, നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് വാക്കിനോട് താല്പര്യമില്ല. അതൊരു ഇംഗ്ലീഷ് അല്ല, നമ്മൾ തിരുവനന്തപുരത്തുകാരൻ, തനി തിരുവനന്തപുരം അതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐഡന്റിറ്റി. ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓണം എന്ന് പറയുന്നത് ഒരു ട്രിവാൻഡ്രത്ത് ഓണം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോളിയും പാൽപ്പായസമാണ്. മറ്റ് ജില്ലകൾക്കില്ലാതെ ഇപ്പം അതെല്ലാ സ്ഥലങ്ങളിലേക്ക് കയറി കഴിഞ്ഞിപ്പം ഈ ഫുഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ഒരു ഇത് വന്നതിന് ശേഷം എല്ലാ സ്ഥലം ഇപ്പോൾ കോഴിക്കോട് വരെ ബോളി കിട്ടും, പാൽപ്പായസം കിട്ടും. അപ്പോൾ ട്രിവാൻഡ്രത്തിന് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഓണം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള എനിക്ക് എൻ്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇരിക്കുന്നു, വെള്ളം ഒടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്നേഹം, അത്രയേ ഉള്ളൂ. അതൊരു അമിതമായ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ആളുമല്ല. നിങ്ങൾ കാണുന്ന രീതിയിലുള്ള മദ്യപാനം ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു, ലിവർ സിറോസിസ് ഒന്ന് മരിച്ചു. അമിതമായി മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരാൾ പല അസുഖങ്ങൾ വരാം, ലിവർ സിറോസിസ് വരാം, വേറെ പല അസുഖങ്ങൾ, ഇവൻ പാരലിസിസ് വരെ വന്ന് കിടന്നു പോകാൻ സാധ്യതയുള്ളതാണ്. ഒരുപാട് സ്ട്രോക്ക് വന്ന് പലരും കിടന്ന കിടപ്പിൽ ആയി പോയിട്ടുണ്ട്. സുഹൃത്തുക്കളുമായിട്ടൊന്ന് ഇരിക്കാനോ ഒന്ന് സോഷ്യലൈസ് ചെയ്യാനോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്നുള്ളതൊരു സാധനം. ഞാനൊരു സോഷ്യൽ ഡ്രിങ്കറാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടുമില്ല ജീവിതത്തിൽ. അത് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് വരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ മിനിമം ഒരു 5-6 പേരെങ്കിലും കാണും, ഫ്രണ്ട്സായിട്ടാണ്. ഇപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സദ്യ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകും. ഈ സദ്യയുടെ കണ്ടന്റ് എന്തൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ?
തിരുവനന്തപുരത്ത് നമ്മൾ സദ്യ എന്ന് പറയുമ്പോൾ ബോളി പാൽപ്പായസമാണ് എപ്പോഴും എടുത്ത് പറയാനുള്ളത്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെതായ കുറേ തനത് വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്ത് പുളിശ്ശേരി ഒരു ഹൈലൈറ്റാണ്. സാധാരണ പുളിശ്ശേരി പോലെ ട്രിവാൻഡ്രം പുളിശ്ശേരി പൈനാപ്പിൾ, മാങ്ങ, അങ്ങനെ കുറച്ച് ചേമ്പ്, ചേന, വെള്ളരിക്കയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക പുളിശ്ശേരിയാണ്. പിന്നെ പരിപ്പ് കുറച്ചൊരു ഇച്ചിരി കുരുമുളകൊക്കെ പൊട്ടിച്ചിട്ടുള്ള പരിപ്പാണ്. പിന്നെ നമ്മുടെ വലിയ അപ്പളമല്ല, നമ്മളിവിടെ പപ്പടമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പല ജില്ലകളിലും അപ്പളം ഒക്കെ ഉപയോഗിക്കാറുണ്ട്, പാലക്കാട് ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ. പിന്നെ തിരുവനന്തപുരത്ത് അടപ്പായസം, പഴം, അതൊരു വലിയ ഒരു സംഭവമാണ്. അടപ്പായസം മസ്റ്റാണല്ലോ, അട മസ്റ്റാണ്. പിന്നെ പാൽപ്പായസം എന്തായാലും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഒരു കണ്ണപ്പായസം കാണും. നമ്മളെ വീട്ടിലൊക്കെ ഓണത്തിന് 3 പായസം ഉറപ്പായിട്ട് കാണും. ഒരു കല്യാണം പോലെ അങ്ങ് ഓണം നമ്മൾ ഓണം മാത്രമല്ല, വാവ് ബലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർക്കിടക വാവ്, അതും ഒരു ചടങ്ങാണല്ലോ. അതിലും പായസം ഉണ്ടാവും, സദ്യ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ. പിന്നെ ജന്മനാളുകളും ഇതുപോലെ സദ്യകളിൽ അയച്ച് തന്നെ ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ജീവിതത്തിൽ ആകെ വെജിറ്റേറിയനായിരിക്കുന്ന ദിവസം ശബരിമല പോകുന്ന ആ മാസവും പിന്നെ ഈ ജന്മനാൾ ദിവസമാണ്. ബാക്കി എല്ലാ ദിവസവും നോൺ വെജിറ്റേറിയനാണ്. അത് ശരി, ആകെ 31 ദിവസം മാത്രം. ചിലപ്പോൾ ശബരിമല ഒരു 10-20 ദിവസം വ്രതം അത്രയൊക്കെ ഉണ്ടാവും. ജോലിയുടെ ഇതുപോലെ ട്രാവലിങ് അതൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ മകരവിളക്കിനാണ് പോയത്. മകരവിളക്കിന് പോയപ്പോഴും അത്യാവശ്യം 2 ആഴ്ച വ്രതം എടുക്കാൻ, 14 ദിവസത്തെ വ്രതം എടുക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കാം, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഫുഡ് കഴിക്കുകയും മാത്രമല്ലാതെ ഫുഡ് ഉണ്ടാക്കാനറിയാം. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ ഫുഡ് നന്നായിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്, ഉണ്ടാക്കാറുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ ഇഷ്ടം? പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻകറിയൊക്കെ വയ്ക്കുക, പാല് പിഴിഞ്ഞുണ്ടാക്കുന്ന മീൻകറിയൊക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. തിരുവനന്തപുരം സ്റ്റൈലാണ് പാല് പിഴിഞ്ഞ മീൻകറി, തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് മീൻകറിയൊക്കെ വയ്ക്കുന്നത്. അതും നല്ല മാങ്ങയൊക്കെ ഇട്ട്, പുളിയുള്ള മാങ്ങയൊക്കെ ഇട്ട്, മുരിങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ചൂരക്കറിയോ ഒക്കെ ഉണ്ടാക്കുക. തിരുവനന്തപുരത്തിന് മാത്രം പ്രത്യേകത മുരിങ്ങയ്ക്കയും തക്കാളി മീൻകറി വെക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒരു ജില്ലയിലും ആ ഒരു സ്പെഷ്യൽ മീൻകറി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കോട്ടയത്തോട്ട് ചെല്ലുമ്പോൾ അത് കുടംപുളിയാവും. തിരുവനന്തപുരത്ത് മുരിങ്ങയ്ക്കയും ഇതും മസ്റ്റാണല്ലോ. എല്ലാ ഓണക്കാലത്തും നാട്ടിൽ തന്നെ കാണാറുണ്ട്, കഴിവതും ശ്രമിക്കാറുണ്ട്. അങ്ങനെ മിസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഓണക്കാലം? ഉണ്ട്. ഞാൻ ഒരുപാട് ഓണങ്ങൾ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പുറത്ത് നമ്മൾ വർക്ക് ചെയ്തത് ദുബായിലാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പോകാറുണ്ട്. ഇപ്പം ഓണം തിരുവോണം കഴിഞ്ഞിട്ട് അടുത്ത ഓണം തന്നെ ദുബായിലൊരു നമ്മുടെ അവിടെ എപ്പോഴും ഇവൻറ്റ്സ് ചെയ്യാറുണ്ട്. ദുബായിൽ ഗസ്റ്റായിട്ട് കൂടെ പങ്കെടുക്കാറുണ്ട് പല പരിപാടികളൊക്കെ. ഈ ദുബായിലെന്ന് പറയുമ്പോൾ ഈ റെസ്റ്റോറൻറ്റും ബാർ കൾച്ചർ അവിടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞല്ലോ. അത് ഹിപ്പോക്രസി ഒന്നുമില്ല. ഇവിടെയാണല്ലോ നാട്ടിൽ ഭയങ്കര ഹിപ്പോക്രസും, മദ്യപാനം, ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു, എന്നിട്ട് തലയിൽ കൂടെ മുണ്ടിട്ട് പോയി രഹസ്യമായിട്ട് അടിക്കുകയും ചെയ്യും, എന്നിട്ട് ഇതിനെതിരെ പറയുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു. അപ്പം അത്തരത്തിലുള്ള പരിപാടികളിൽ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ന്യൂ ഇയറിനൊക്കെ നമ്മൾ ദുബായ് ആയിരുന്നു പ്രോഗ്രാംസ് എല്ലാം ചെയ്തത്. ഗസ്റ്റായിട്ട് പോവുക. പിന്നെ ഈ പറയുന്നത് അത് കൂടുതലും ഈ കോക്ടെയിൽ DJ പ്രോഗ്രാംസാണ്. രസകരമായിട്ടുള്ള പരിപാടികളിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മളതിൻ്റെ അകത്തൊരു രസകരമായ ഭാഗമാവുമെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ വിളിക്കുന്നത്. മല്ലു JD എന്ന ഇൻഫ്ലുവൻസർക്ക് ഈ നമ്മുടെ ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രേക്ഷകരായ യങ്സ്റ്റേഴ്സിന് എന്താണ് കൊടുക്കാനുള്ളൊരു സന്ദേശം? യങ്സ്റ്റേഴ്സിനെ സത്യം പറഞ്ഞാൽ ഉപദേശിക്കാൻ യാതൊരുവിധ യോഗ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് കണ്ടവനൊന്നും മാറ്റി കുടിക്കരുത്. ആവശ്യത്തിന് കുടിക്കുക, ആവശ്യത്തിന് കഴിക്കുക, അതൊക്കെയാണ്. പിന്നെ നന്നായിരിക്കുക, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നല്ല. പിന്നെ അച്ഛനമ്മമാരോടുള്ള സ്നേഹം നമ്മളുടെ ബേസിക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇല്ലാതെ പലയിടത്തും കണ്ടുവരുന്നൊരു സാധനമാണ്. അപ്പോൾ വീട്ടിൽ ഏറ്റവും അധികം ബഹുമാനം, ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി അതാണ്, മാതാപിതാ ഗുരു ദൈവം എന്നുള്ള. അച്ഛനും അമ്മയും പിന്നെ നമ്മളെ പഠിപ്പിച്ചവർ, അവരെയൊക്കെ ബഹുമാനിച്ച് മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് എല്ലാം നല്ലത് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മളെ ഇത് ചെയ്യാനോ ഉണ്ടാവുള്ളൂ. നമ്മളതൊക്കെ മറന്ന് നമ്മൾ വേറെ ഒരു ഇതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മോശമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക്. ഞാൻ പൊതുവെ കർമ്മ എന്നുള്ള സാധനത്തെ വിശ്വസിക്കുന്നതാണ്. അതിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സാധനമാണ്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, മോശം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചുള്ള ഫലമായിരിക്കുമല്ലോ നമുക്ക്. ടെമ്പററി ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും നമ്മൾ നല്ല പ്രവൃത്തികൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് നല്ലത് തന്നെ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതെ, ശരി. എന്നോടൊപ്പം കുറച്ചു നേരം ചിലവഴിക്കാനെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം നന്ദി. ഹാപ്പിയാണ്. താങ്ക് യു.
അൽമോൺസ് റെസ്റ്റോറന്റ്. സ്വാദിഷ്ടമായ കടൽ വിഭവങ്ങൾ, രുചിയേറും കായൽ വിഭവങ്ങൾ, സീ ഫുഡ് പ്രേമികൾക്ക് ഒത്തുകൂടാൻ ഒരിടം. അൽമോൺസ് റെസ്റ്റോറന്റ്, വിഴിഞ്ഞം ഹാർബർ റോഡ്, കോവളം.